എൻ്റെ പേര് അനുമോൾ ജെയിംസ്. ഞാൻ സെൻറ്റ് ജോസഫ് ചർച്ച് ഇറുമ്പേത്ത് നിന്നാണ് വരുന്നത്, കോട്ടയം ജില്ല. 2022 സെപ്റ്റംബർ 22 ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത്. ഉടമ്പടി എടുത്തത് കഴിഞ്ഞ് എനിക്കൊരു ചെറിയ നടുവേദന ഉണ്ടായി. 1 വർഷത്തേക്ക് നടുവേദന ഉണ്ടായിരുന്നു. ഞാൻ നേഴ്സായിട്ട് വർക്ക് ചെയ്യുകയാണ് UK-യിൽ. അവിടെ 13 മണിക്കൂറാണ് നമ്മൾ അറ്റാച്ച്ഡ് വെച്ച് വർക്ക് ചെയ്യേണ്ടത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്ക് നടുവേദന ഉണ്ടാവുകയും ഒരു 5 മിനിറ്റ് പോലും എനിക്ക് കണ്ടിന്യൂസ് നടക്കാനോ നിൽക്കാനോ ഒന്നും പറ്റാത്ത അവസ്ഥയായിരുന്നു. അങ്ങനെ ഞാൻ അവിടെ ഡോക്ടറിനെ കണ്ടു. MRI എടുത്തപ്പോൾ എൻ്റെ L4 L5 ഡിസ്ക് പ്രൊട്രൂഷൻ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ പറഞ്ഞ ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ സർജറി ആയിരുന്നു. അവിടെ സർജറി ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ നാട്ടിൽ വന്ന ഒരു ട്രീറ്റ്മെൻറ്റ് എടുക്കാമെന്ന് പറഞ്ഞ് ഇവിടെ വന്നപ്പോൾ ഒരു ആയുർവേദ ട്രീറ്റ്മെൻറ്റ് എടുത്തു. അതൊരു 3 ദിവസത്തെ കോഴ്സായിരുന്നു. പക്ഷേ അത് ഫുൾ കോഴ്സ് കഴിഞ്ഞിട്ടും നടുവേദനയ്ക്ക് യാതൊരു മാറ്റമൊന്നും നടന്നില്ല. ആ സമയം ഞാൻ കൃപാസനത്തിലെ വെഞ്ചരിച്ച് തൈലം നടുവിൽ തേച്ചിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു. പിന്നെ കൃപാസനത്തിൽ വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് എൻ്റെ നടുവേദന അന്ന് തൊട്ട് പിന്നെ വന്നിട്ടില്ല. അപ്പോൾ ഡോക്ടർ പറഞ്ഞായിരുന്നു, പ്രഗ്നൻ്റ് ആവുകയാണെങ്കിൽ ആ പ്രഗ്നൻസി ടൈമിൽ ഫുള്ള് നടുവേദന ഉണ്ടാകും, നല്ല കോംപ്ലിക്കേഷൻസ് ഉണ്ടാകും എന്നൊക്കെ. പക്ഷേ ആ ടൈമിലൊന്നും എനിക്ക് യാതൊരു പ്രശ്നവും ഉണ്ടായില്ല. 9 മാസക്കാലം വളരെ സ്മൂത്തായിട്ട് എൻ്റെ പ്രഗ്നൻസി നടന്നു. ഞാൻ ചെയ്ത കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, ഞാൻ ഇവിടെ നിന്ന് കിട്ടിയ പത്രം, ഇംഗ്ലീഷ് പത്രവും വാങ്ങിച്ച് മലയാളം പത്രവും വാങ്ങിച്ച് UK-യിൽ കൊണ്ടുപോയി കൊടുക്കുമായിരുന്നു. എനിക്ക് കിട്ടിയ സാക്ഷ്യങ്ങളെല്ലാം അവിടെ ഓരോരുത്തരോട് പറയുമായിരുന്നു. പിന്നെ എല്ലാ ദിവസവും 1/2 മണിക്കൂർ ബൈബിൾ വായിക്കുമായിരുന്നു. സാധിക്കുന്ന ദിവസങ്ങളിലെല്ലാം പള്ളിയിൽ പോകും, ധ്യാനം കൂടും. എല്ലാ ചൊവ്വാഴ്ചകളിലെ അച്ഛൻ്റെ ധ്യാനം ചൊവ്വാഴ്ച കാണാൻ പറ്റിയില്ലെങ്കിൽ അടുത്ത ചൊവ്വാഴ്ചയ്ക്കുള്ളിൽ എന്തെങ്കിലും കണ്ട് തീർക്കുമായിരുന്നത്. ഇതെല്ലാമാണ് ഞാൻ ചെയ്തത്. പിന്നെ എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യം, കഴിഞ്ഞ വർഷം ഞാൻ വന്ന് ഉടമ്പടി പുതുക്കിയ സമയത്ത് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു, എനിക്ക് ഈ വരുന്ന ക്രിസ്മസിനുള്ളിൽ ഒരു കുഞ്ഞിനെ ലഭിക്കണമെന്ന്. ഈ നടുവേദനയൊക്കെ ഉള്ളതുകൊണ്ട് ഒരു കുഞ്ഞ് ഇത്തിരി കോംപ്ലിക്കേഷൻ ആയിരുന്നു. പക്ഷേ യാതൊരു പ്രശ്നവും കൂടാതെ ഞാൻ പ്രഗ്നൻ്റ് ആവുകയും എനിക്ക് ഓഗസ്റ്റ് 21 ഒരു കുഞ്ഞിനെ നൽകി ദൈവം അനുഗ്രഹിച്ചു. ആ ടൈമിൽ ഞാൻ ഡെലിവറിക്ക് അഡ്മിറ്റ് ആയപ്പോൾ മരുന്ന് തന്ന് ഡെലിവറി ഇൻഡ്യൂസ് ചെയ്യാൻ നോക്കി. പക്ഷേ നടന്നില്ല. 3 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് മരുന്ന് തന്നു. പക്ഷേ ഡെലിവറി നടന്നില്ല. 3-ാമത്തെ ദിവസം ഡോക്ടർ പറഞ്ഞു, ഇത് മിക്കവാറും സിസേറിയൻ ചെയ്യേണ്ടി വരും. അങ്ങനെ ഇരുന്നപ്പോഴാണ് വീട്ടിൽ മമ്മിയോട് പറഞ്ഞ്, മമ്മിയാണ് ഉടമ്പടി തൈലം മമ്മിയുടെ വയറ്റിൽ തേച്ച് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായി 15 മിനിറ്റിനുള്ളിൽ തന്നെ എനിക്ക് പെയിൻ സ്റ്റാർട്ടാവുകയും വളരെ പെട്ടെന്ന് തന്നെ നോർമൽ ഡെലിവറി നടക്കുകയും ചെയ്തു. 10 മണിക്കാണ് ഞാൻ മമ്മിയോട് വിളിച്ച് പറഞ്ഞത്. 12:15 എനിക്ക് എൻ്റെ കുഞ്ഞിനെ ലഭിച്ചു. ഇതാണ് രണ്ടാമത്തെ സാക്ഷ്യം. ആ സമയത്തും ഉടമ്പടി തൈലം ഞാൻ 9 മാസക്കാലവും ഉടമ്പടി തൈലം വയറ്റിൽ തേച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. പിന്നെ പത്രം മറ്റുള്ളവർക്ക് കൊടുത്ത് അതിൽ ഉടമ്പടി പ്രാർത്ഥന പ്രിൻ്റ് ചെയ്ത് ഞാൻ പത്രത്തിൻ്റെ കൂടെ വെച്ച് മറ്റുള്ളവർക്ക് കൊടുക്കും, വിശ്വാസപ്രമാണം ചൊല്ലിക്കൊടുക്കും. പിന്നെ കാരുണ്യപ്രവൃത്തിയായിട്ട് ഞാൻ ചെയ്തത്, 2 അനാഥാലയത്തിൽ ചില മാസങ്ങളിലെല്ലാം ഞാൻ ഭക്ഷണം കൊടുത്തിട്ടുണ്ട്. സ്ഥിരമായി ബൈബിൾ വായിക്കും, സാക്ഷ്യം കേൾക്കും, ഇവയെല്ലാമാണ് ഞാൻ ചെയ്തത്. എനിക്ക് ചെയ്തു തന്ന 1000 അനുഗ്രഹങ്ങൾക്ക് അമ്മ മാതാവിനും ഈശോയ്ക്കും നന്ദി. 2 രാജാക്കന്മാർ 20:5. ഞാൻ നിൻ്റെ കണ്ണീർ കാണുകയും പ്രാർത്ഥന കേൾക്കുകയും ചെയ്തിരിക്കുന്നു. ഞാൻ നിന്നെ സുഖപ്പെടുത്തി.